സോ ഗൈസ്, അങ്ങനെ ഇനിയിപ്പം നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പ്രതീക്ഷിച്ച നാട്ടിൽ കൂടുതൽ ബൈക്സ് ഉണ്ട്. KTM കൂടെ KTM ഞാൻ മാത്രമേ ഉള്ളൂ ഇത് ഹിമാലയനുമായിട്ടുള്ള. സോ ഇതുണ്ട്, ബാക്ക് ഫുള്ള് KTM ഡോമിനാർ. അങ്ങനെ പോയേക്കാം. എന്തായാലും ഫൺ റൈഡ് ആയിരിക്കും. ശരത് ബ്രോൻ്റെ ബൈക്കിൻ്റെ ബാറ്ററി വീക്കാണ്. സോ നമ്മൾ ആദ്യത്തെ ഗ്രൂപ്പിനെ ഫ്രണ്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ ശരത് ബ്രോ RC ഇരുന്ന് സ്വന്തം ബൈക്ക് തള്ളുക. സീന സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. സോ ഇതാണൊരു FI വണ്ടീൻ്റെ ഒക്കെ പ്രശ്നം, കിക്കില്ലല്ലോ. സോ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ടായി ആയിന്നാണ് തോന്നുന്നു സംഭവം. ആയി ഓക്കെ, നോ സീൻ. സോ ആദ്യത്തെ ആ ഗ്രൂപ്പ് ഫ്രണ്ടിലോട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എണ്ണി, നമ്മൾ ടോട്ടൽ 12 പേരുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു 3-4 പേരുടെ കയ്യിലുള്ളൂ വേറെ ബൈക്ക്. ബാക്കി എല്ലാവരും KTM ആണ്. ബട്ട് എന്താ പറയുക, ഫണ്ണാണ്, ശരിക്കും ഫണ്ണാണ്. ഇവിടെ എല്ലാ ഫണ്ണ് വരാൻ പോകുന്നത് ശരിക്കും ബൈക്ക് ഓടിക്കുന്നതിൻ്റെ GFR എത്തണം. എൻ്റെ മോനെ, വേറെ വൈബ് റോഡ് അതൊക്കെ. നമുക്കെന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് തെറിക്കാം. ആ പുള്ളിയൊക്കെ പോകുന്ന പോക്ക്. സുജിത് ബ്രോ പുറകിലായിരുന്നു. അല്ല, പുള്ളി ഉണ്ട്, പുറകിലുണ്ട്. സീനാണ്. പുള്ളി ഓടിക്കുന്ന FZ അല്ലേ, 150cc. സോ അതൊരു പ്രശ്നമാണ്. അതുമാത്രമല്ല, എൻ്റെ ബൈക്കാണേലും റേസ് ചെയ്യാനോ അല്ലേ അങ്ങനെ അത്ര ഫാസ്റ്റ് പോകാൻ ടൈപ്പല്ല. പോവും, കയറി പോവും, 120-130 ഒക്കെ പൊക്കോളും. പക്ഷെ സമയം കൊടുക്കണം. കാരണം ഇതൊരു അഡ്വഞ്ചർ ടൂറിങ് ബൈക്ക് ആയതുകൊണ്ട് അങ്ങനത്തെ ചില ഡ്രോബാക്സ് ഉണ്ട്. പക്ഷെ അതൊരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ബൈക്കിൻ്റെ നേച്ചർ അല്ല, ഒരു കാറ്റഗറി വരുന്ന അങ്ങനത്തെ തന്നെ. സോ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ആ GFR ഏരിയ എത്തി. ഇനിയിപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകാനായിട്ടാണ് നമ്മളിവിടെ ബൈക്ക് നിർത്തിയത്. സോ ഫ്രണ്ടിലുള്ളവർ നേരത്തെ എത്തി, ബാക്കിയുള്ളവർ പതിയെ എത്തുന്നു. So RC 200, Duke 200, RC 390, Apache RTR, Duke 390, MT, Duke അല്ലല്ലോ, Dominar 250, RC 200. സോ നമ്മൾ ഇത്രയും പേരാണുള്ളത്. പിന്നെ നമ്മുടെ FZ ഉണ്ട്, സുജിത് ബ്രോൻ്റെ. സോ ഞാൻ ഗ്ലൗസ് ഊരി, ഒരു ഡിസ്കംഫേർട്ട് ഉണ്ട് ഇപ്പോൾ ഓടിക്കാൻ. സോ നമുക്ക് ഒത്തിരിക്കാം. എന്നെ ഉള്ള അങ്ങോട്ട് റോഡ്, എൻ്റെ പൊന്നോ, വൈബ് റോഡാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ GFR റോഡ് എൻ്റർ ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് അടിപൊളിയാണ്. വ്യൂ ആണെങ്കിലും അടിപൊളി. പിന്നെ ഇത് KTM ആയതുകൊണ്ട് ഇവരങ്ങ് വിട്ടടിച്ചു. എൻ്റെ ഹിമാലയൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വിട്ടടിച്ച് പോകാൻ പറ്റത്തില്ല. ഇതിന് അതിൻ്റെതായ ലിമിറ്റ്സ് ഉണ്ട്. ആ വണ്ടി ഉണ്ടാക്കിയേക്കുന്ന സ്പീഡിൽ പോകാൻ വേണ്ടിയാണ്. ബട്ട് സത്യം പറയാലോ ഗൈസ്, ക്രൂസ് ചെയ്യാൻ അടിപൊളിയാണ്, വൈബാണ്. ഓക്കെ, റെഡ് ലൈറ്റ് അങ്ങോട്ടായിരുന്നു. സോ ഓക്കെ, ശരത് ബ്രോ ആണ് ഫ്രണ്ട് ഇപ്പം നമ്മുടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരുടെ പേരൊന്നും അറിയത്തോലും ഇല്ല. ഇന്നാണ് ഞാൻ പലരെ ആദ്യമായിട്ട് കാണുന്നത്. സോ രാത്രിക്ക് പെട്ടെന്ന് വന്നൊരു പ്ലാനായിരുന്നു റൈഡിന് പോകുന്നത്. ബേസിക്കലി ഞാനും സുജിത് ബ്രോ ഒറ്റയ്ക്ക് ഒരു റൈഡ് പോയിരുന്നതാണ് ജയ്പൂർ ഹൈവേയിലോട്ട്. സോ അപ്പോൾ രാത്രിക്കാണ് ശരത് ബ്രോ മെസ്സേജ് അയക്കുന്നത്, ഇങ്ങനെ ഒരു റൈഡുണ്ട് വരുന്നത്. ഞാൻ പറഞ്ഞു പിന്നെന്താ പോയേക്കാം.
സോ അങ്ങനെ പെട്ടെന്ന് പ്ലാനായ ഒരു റൈഡായിരുന്നു. ഏതൊരു ബൈക്ക് പോയി, ഇൻലൈൻ 4 ആയിരുന്നു. ഇതേ ഒരു BMW GS. അവർക്ക് ആ ബൈക്കുമായിട്ട് വേറെ എവിടെയില്ല റൈഡ് പോകാനുള്ളായിരുന്നു. GFR വരുക, അടിപൊളി ബൈക്കല്ലേ, അടിപൊളി. സോ ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും റൈഡ് പോണേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും മതി. അതിപ്പോൾ ഏത് ബൈക്കാണെന്നൊന്നും പ്രശ്നമില്ല, ഏത് ബൈക്കാണെങ്കിലും നമുക്ക് റൈഡിന് പോകാന്നേ ഉള്ളൂ. അയ്യോ, ഇവരുമായിട്ട് എനിക്ക് ഹിമാലയയിൽ നിന്ന് പിടിച്ചേക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമേ, ഈ വ്യൂ കണ്ടോ, സീനല്ലേ, രണ്ട് സൈഡിലെ കാട്, അടിപൊളി റോഡ്. പക്ഷെ റോഡിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാച്ച് വർക്ക് ഉള്ള കാരണം നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഓടിക്കാൻ. നല്ല സീനാണ്, നമ്മളെവിടെയെങ്കിലും വീണ് ബട്ട് അങ്ങനെ സംഭവിക്കത്തില്ല. നമ്മൾ അതേപോലെ നൈസായിട്ട് ഓടിച്ചാൽ മതി, കെയർഫുള്ളായിരിക്കണം. ഇത്രയും പേരുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് സൈഡ് വ്യൂ മിറർ നോക്കേണ്ട ആവശ്യമുണ്ട്. ഓ, സീൻ 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 സീൻ. പഴയ കവാസാക്കി അത് പോയ അപ്പാച്ച്. എനിക്ക് ഇവരായിട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. പൊളിയല്ലേ, ദേ ഡൊമിനാർ പോകുന്നു. സോ നമുക്കും ഇനിയിപ്പം ചെറിയ രീതിയിൽ സ്പീഡ് എടുക്കാം. സോ ഈ ഡ്യൂൽ ഇൻഡിക്കേറ്റർ ഇട്ട് പോകുന്ന RCL റോഷൻ ബ്രോ ആണ് പോകുന്നത്. പുള്ളി ഒരു മലയാളിയാണ്. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ടോട്ടൽ 4 മലയാളീസേ ഉള്ളൂ, ബാക്കിയെല്ലാം ഹിന്ദിക്കാരാ. പക്ഷെ എല്ലാവരും പൊളി വൈബാന്ന് എന്നുവെച്ചാൽ ഫൺ ടു റൈഡ് ഇവരുമായിട്ട്. ഓ, ട്രൈം സ്ട്രീറ്റ് RRR. ഇതേതാണോ, ഇത് കവാസാക്കി ആണോ? കവാസാക്കി ആവാൻ സാധ്യതയില്ല. പക്ഷെ ഇത് ഇൻലൈൻ 4 അല്ല എന്തായാലും. കോണ്ടിനെന്റൽ GT അല്ല, ഇന്റർസെപ്റ്റർ. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ മിറർ അത്യാവശ്യം ലൂസ് ആണെന്ന് തോന്നുന്നു. എന്താണോ വൈബ്രേഷൻ കയറിയാണെന്ന് തോന്നുന്നു താഴോട്ടൊക്കെ പോകുന്നത്. അല്ലെങ്കിലും റോയൽ എൻഫീൽഡിൻ്റെ മിറർ ഒരു എന്താ പറയുന്നത്, ഓരോ ബൈക്കിന് ഓരോ സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞ് ഒരു യൂസും ഇല്ല. ഇതിൻ്റെ 80 വരെയൊക്കെ 80-90 വരെയൊക്കെ പിന്നെ നമുക്ക് ചെറിയ രീതി വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ ആ വൈബ്രേഷൻ
ഈ ഗ്ലാസിൻ്റെ ഈ സറൗണ്ടിങ്സിൽ വൈബ്രേഷൻ കയറി നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ഐ മീൻ കാണത്തില്ല ശരിക്കും. ഓ, സൺഡേ ആണ് നമ്മൾ റൈഡൊന്ന് ഇറങ്ങേണ്ടത്. മൾട്ടി സ്റ്റാർഡ GSA ഇല്ലാത്ത ബൈക്കില്ല. കാവാസാക്കി, ഓ ഹയബൂസൊക്കെ പോകുന്നു. ആരാണെന്ന് അറിയത്തില്ല. വൈബ് വൈബ് വൈബ്. ബൈക്ക് ഉണ്ട് ഗൈസ്, ഇതാണ് ഗുണം. നമുക്ക് ടോളൊന്നും കൊടുക്കാതെ ഈസി ആയിട്ട് സൈഡിൽ കൂടെ ഇറങ്ങിപ്പോവാം. ഗവൺമെൻറ് റോഡ്സിൽ കൂടെ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൈവറ്റ് റോഡാണ്, അതും മറന്നേക്ക്. ഓ സീൻ. ഇവിടെ ഇതൊക്കെ ബൈക്കുള്ള സൂപ്പർ ബൈക്സ് കുറവാണ്. പക്ഷേ KTM ചാകര, ഇത്രയും KTM ഞാൻ ഡൽഹി കണ്ടിട്ടില്ല, കാര്യമായിട്ട് പറയാം. പക്ഷേ ഇന്ന് സൺഡേയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത് അത്രയും ബൈക്സ്. സോ ഇതാണ് നമ്മുടെ പോയിന്റ്. ഇവിടെ ചെറുതായിട്ടൊന്ന് ചില്ല് ചെയ്യണം. ചില്ലെന്ന് വെച്ചാൽ കാര്യമായിട്ടുള്ള ചില്ലൊന്നും ഇല്ല. നമ്മളിവിടെ ചായയോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ സ്നാക്സ്